അമ്മേ, കേരളത്തിലെ അമ്മമാര് എന്തിനൊക്കെ കരയണേന്നറിയോ? സാധാരണ അമ്മമാരെന്തിനാ കരയുന്നേ? സങ്കടം വരുമ്പം കരയും, സന്തോഷം വരുന്ന കരയുന്ന അമ്മമാരും ഉണ്ട്. ഞാൻ സന്തോഷം വരുമ്പോ കരയാറടി. അല്ല, ഒന്ന് സവാള അരിയുമ്പോ, പിന്നെ കണ്ണീർ സീരിയല് കാണുമ്പോ. ഇതരിഞ്ഞാട്ടെ, നമുക്ക് നോക്കാലോ. സവാള അരിയുമ്പോ കണ്ണീരും. അമ്മ സമാധാനം, അമ്മ അരിഞ്ഞോ? അല്ല, മക്കളരി. ഓ, അമ്മക്ക് മാത്രല്ലല്ലോ, മക്കൾക്കും അരിയാൻ പറ്റും. നോക്കണം. ഈ മരുന്നൊന്ന് കണ്ണിലൊഴിച്ചു തന്നെ. എനിക്ക് സമയമില്ല അമ്മ, നമുക്ക് കുറേ പണിയുണ്ട്. എടി എന്റെ കണ്ണ് കടിച്ചിട്ടാടി ഒന്ന് ഒഴിച്ചതാ. എനിക്ക് സമയമില്ല അമ്മേ. അച്ഛമ്മയ്ക്ക് അല്ലെങ്കിൽ എപ്പോഴും കണ്ണടിയുള്ളതല്ലേ. എടി വേണേ, നിന്റെ കണ്ണടിച്ചാ പൊട്ടിക്കും കേട്ടോ. അമ്മ എന്തിനാ അവള് മെക്കിട്ട് വരുന്നേ? സരിതയെ വിളിക്ക്, കണ്ണില് മരുന്ന് ഒഴിക്കാൻ. ഇനി ഞാൻ സരിതയെ വിളിക്കണോ ഈ കണ്ണിന് മരുന്ന് ഒഴിക്കാൻ? നീ അല്ലേ എനിക്കൊന്ന് ഒഴിച്ചിരുന്നു? ആണാ? ഞാൻ തന്നെയാണോ എന്ന് ഒഴിച്ചിരുന്നേ? എന്നിട്ട് ഞാൻ ബനാറസ് സാരി ഉടുക്കാൻ ചോദിച്ചപ്പോ അമ്മ എന്താ തരാഞ്ഞ? പറ. എടി അവളെന്റെ മോളല്ലേടി, അവള് ചോദിച്ചപ്പോ ഞാനതൊക്കെ കൊടുത്തു. അപ്പൊ ഞാൻ അമ്മയുടെ മകളല്ല? അമ്മ അപ്പൊ ആ സാരിയും കൊടുത്താ? കൊടുത്തു. ഒന്ന് ഒഴിച്ചാവും ഞാൻ ആ സാരി അത്രയും ആഗ്രഹിച്ചിട്ടല്ലേ അമ്മയോട് ചോദിച്ചേ ഒന്ന് ഉടുക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് അമ്മ എനിക്ക് തന്നോ? അതുകൊണ്ട് എനിക്ക് മരുന്ന് ഒഴിച്ചേരാൻ നിൽക്കയില്ല. എടി മക്കളെ, മധു നീ ഒന്ന് ഒഴിച്ചു തന്നടി. ആ, ഞാൻ ഒഴിച്ചേരാം. അവിടെ ഇരുന്നേ, അവക്ക് ഉള്ളി അരിയാനുണ്ട്. അച്ഛമ്മ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഓ, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒഴിച്ചു തരണ്ട, ഞാൻ എങ്ങനെങ്കിലും ഒഴിച്ചോളാം. അന്നേരം കേട്ടോ. അവ മൊത്തം കണ്ണിൽ കമത്തരുത്. എന്നാ ഒഴിച്ചാ മധു. എന്നാലും പാവ അച്ഛമ്മ, അച്ഛമ്മയ്ക്ക് മരുന്ന് ഒഴിച്ചു കൊടുക്കായിരുന്നു. ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ടല്ലേടി അത് ചോദിച്ചേ. എന്നാലും എനിക്ക് തരണ്ടേ? തരണ്ടേ? എന്നിട്ട് അത് ഞാൻ അത് ചോദിച്ചതൊക്കെ നോക്കിട്ട് അവക്ക് എടുത്തു കൊടുത്തു. അപ്പൊ എനിക്ക് എത്ര സങ്കടം ഉണ്ടാവും? ശരി ഏഹ് ശരി ശരി. അപ്പൊ നീ എന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? എന്റെ മക്കൾ ഉള്ളിയരി. എന്നാ ഞാൻ പോട്ടെമ്മ. അയ്യടെ, അരിഞ്ഞിട്ട് പോയാ മതി. കണ്ണെരിയാണ്. അപ്പൊ നീയല്ലേ കുറച്ചു നേരത്തെ കുറെ ഡയലോഗല്ലേ ഇട്ടത്, കണ്ണെരിയുന്നത് എന്തുകൊണ്ടാന്നൊക്കെ. ഞാനും കേരളത്തിലെ പെൺപിള്ളേരാണല്ലോ. പിള്ളേരെ ഒന്ന് ഒഴിച്ചതാടി എനിക്ക്. അവിടെ ഇരിക്കണേ. ഒന്ന് വാ മക്കളെ, അവള് വരുന്നില്ല, അവക്ക് പണിയുണ്ട്. അമ്മ പോയേ, അമ്മ അമ്മേന്റെ പാട് നോക്കി പോയേ. മനസാക്ഷിയില്ലേ? അത്രയും മനസാക്ഷിയൊക്കെ എനിക്കുള്ളൂ. ഇങ്ങോട്ട് കാണിക്കണം. പെണ്ണിന് കൈവേദനിക്കുവേ. അമ്മ പോ. ഒന്ന് ഒഴിച്ചാടി. ഇല്ല, സരിതന്നെ വിളിക്ക്, ഫോൺ വിളിക്ക്, അവള് വരട്ടെ. കണ്ടോ നോക്ക്, അമ്മ അറിയാണ്ട് പിടിച്ചു പോയതാ. അത് സാരല്ല, മക്കളായി കൈ പറഞ്ഞു പോയാലോ. മക്കളെ ഒഴിച്ചു. ഞാൻ പറയുന്നതേ അവള് കേൾക്കത്തുള്ളൂ. ഇല്ല, സവാളരിയാം. ഇങ്ങനെയുള്ള പണിക്കൊക്കെ നമ്മളെയും വേണം. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിലയും. അവിടെ ഇരിക്കണേ നീ. എന്നിട്ട് തുപ്പിടണം. മെയ് അനങ്ങി തുടക്കടാ. ഇവളോട് ചുമ്മാ ഇവിടെ വാങ്ങി നോക്കുന്നത് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞേ. ഞാൻ ഹെൽപ്പ് ചെയ്യത്തില്ല. നിനക്കെന്താടി ഹെൽപ്പ് ചെയ്താല്? അയ്യോ വേണ്ട, വേലൊക്കെ ഉണ്ട്. ചേച്ചിന്റെ സൗന്ദര്യം പോയി. അതൊന്നും അല്ല. പിന്നെന്താ? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോണേ. നീ എങ്ങോട്ട് ഇറങ്ങി പോകുന്നു? അയ്യോ അങ്ങനെ ഇറങ്ങി പോണേ അല്ല, കല്യാണം കഴിച്ച് പോണ കാര്യം പറഞ്ഞത്. നീ ആരും ഇവിടെ അടുത്ത് കെട്ടിച്ച് വിടാൻ പോണോ നിന്റെ വിചാരം? നീ കെട്ടിച്ച് വിടണ്ട, ഞാൻ ചാടിപ്പോക്കോളാം. അച്ഛാ, ഇവളെവിടെയോ ആരെയോ കണ്ടുവെച്ചിട്ടുണ്ട്. ഇവള് മതിൽ ചാടും, ഉറപ്പാ ഇവള് മതിൽ ചാടും. മതിൽ ചാടിയാ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. അച്ഛാ, ഞാൻ പോയി വടി എടുത്തോണ്ടേ. ഇല്ല കുരുപ്പേ, മിണ്ടാണ്ടിരുന്നില്ലെങ്കിൽ നിന്റെ തലയൊഴി ഞാൻ വെള്ളം കോരൊഴിക്കും. ഞാൻ തലയോട്ട് പറഞ്ഞ കുരുപ്പിനെ വിളിക്കരുത്. അച്ഛൻ, ഞാൻ എന്തായാലും കല്യാണം കഴിച്ച് പോകുമ്പോ എനിക്ക് വീടോ കാറോ ഒന്നും കിട്ടത്തില്ല. പിന്നെ ഞാൻ ഇതിനെ കിടന്ന് പണിയെടുക്കുന്നേ. അയ്യോ,
ഭയങ്കര ബുദ്ധിയുള്ള പെണ്ണ. നിന്റെ തല വെയിലത്ത് കാണിക്കല്ലേ. കയറി അകത്തോട്ട് പൊക്കോ. പോയി സപ്രപഞ്ചത്തെ പോയി ഇരുന്നോ. ഇല്ല എനിക്ക് വൈറ്റമിൻ ഡി കിട്ടണം. ഇവളിങ്ങനെ കണ്ടിട്ട് എനിക്ക് ചൊറഞ്ഞു വരുന്ന കേട്ടോ. നീ അകത്ത് കയറി പോയ ചുമ്മാ ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ. എന്നാ നീ ചൊറിയടാ നിന്നോണ്ട്. ഇവളിവിടെ ഇപ്പൊ വന്ന് നിൽക്കുന്ന വഴി വായി നോക്കാം. അച്ഛൻ അകത്ത് കയറി പോകാൻ പറ. എടാ 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 എനിക്ക് നിന്റെ സ്വഭാവം ഇല്ല. നീ അല്ലേ ഇമാജിൻ ചെയ്ത കല്യാണവും ഇറങ്ങിപ്പോക്കും മതില് ചാട്ടവും. എന്റെ പൊന്നു കൊച്ചെ, ചൊറിയാതെ കയറിപ്പോ. ചെല്ല്, ഞങ്ങളെ ഒന്ന് കഴുകട്ടെ. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. നീ പണി എടുക്ക. എനിക്ക് നീ പണി എന്തുവാ ഒഴിച്ചു വിട്ടോ. അതൊക്കെ പുട്ടിയാ ഒഴിച്ചിറങ്ങിപ്പോട്ടെ. ഒഴിച്ചു വിടും. ആർക്കാണ് പുട്ടി? അല്ല മതിലൊരു പന്തിയും കൂടെ പൊക്കി കേട്ടാ. എന്തായാലും വായന്ന് വീണില്ലേ. ഇവന് ഹൈറ്റ് കൂടുതലാ. ഇവൻ ചാടി പോവാണ്ടിരുന്ന നോക്കിക്കോ അച്ഛൻ. ഞാൻ PSC എഴുതി പാസ്സായിട്ട് അച്ഛൻ തന്നെ അന്ന് സടനെ കെട്ടിച്ച് എനിക്ക് ഒരു പെണ്ണിനെ ഒപ്പിച്ചു തരും. അല്ലേ നീ ആദ്യം ഇരുന്ന് മര്യാദയ്ക്ക് പഠിക്കാൻ നോക്ക്. ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട്. അച്ഛൻ കയറി പോകാൻ പറയാം. ഞാൻ പൊടുന്നു വിടും. അവൻ ഇങ്ങനെ പുസ്തകം ഇങ്ങനെ വെക്ക അതിന്റെ അടിയിൽ ഒരു ഫോൺ ഉണ്ടാവും. വെറുതെ കൊളാക്കാൻ വേണ്ടി. വണ്ടിക്കകത്ത് വെള്ളം വീട് സീറ്റിൽ അതറാം. വണ്ടി കഴുകുമല്ലേ നിന്റെ മേത്ത് വെള്ളം വീണം. എന്റെ മേത്ത് വെള്ളം വെച്ചാൽ നീ വിവരം അറിയും. ഇവളെ കൊണ്ട് അങ്ങനെയെങ്കിലും പ്രയോജനം ഉണ്ടായടാ. വണ്ടിയുടെ പുറത്ത് വെള്ളം ഒഴിച്ചില്ലേ. ഞാൻ പണി എടുക്കത്തില്ല. നീ എന്റെ മേത്ത് വെള്ളം വെച്ച് വിട്ട് നീ ഇത് ഓങ്ങി നീ വെച്ചോ. നീ വാഴയാടുന്നു. ഞാൻ തിരിച്ചു വരും കേട്ടോടി. പിന്നെ വരും. ഇതിപ്പോ നിങ്ങളെ കൂടെ എന്നെ നനയ്ക്കുവാണ്. ഇതൊന്നും പരിപാടിയാ. നീ തുടക്കേ. പിന്നെ എന്നെ തുടക്കാൻ മാറിപ്പോക്കോ. ഞാൻ ഒഴിച്ചു വിടും. ഞാൻ ഒഴിച്ചു വിടും. തലവഴി ഒഴിച്ചു വിടും. മാറിക്കോ. അങ്ങോട്ട് ഒഴിച്ചു. മക്കളെ കൃഷ്ണ, അമ്മയുടെ കണ്ണിൽ ഈ മരുന്നൊന്നും എടുത്ത് നോക്കി. അച്ഛമ്മ ഞാൻ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുവല്ലേ. എന്നിട്ട് നീ കയ്യും കെട്ടി നിൽക്കുമല്ലേ. ശരിയായി. എടാ പ്രകാശ, നിന്റെ ഈ പിള്ളേർക്കൊന്നും എന്നോട് ഒരു ബഹുമാനവും ഇല്ല. എടി കണ്ണിൽ മരുന്ന് ഒഴിച്ചു കൊടുക്കേ. നിനക്ക് എന്താ കുഴപ്പം? ഓ അച്ഛാ, ഇവള് കല്യാണം കഴിഞ്ഞ് കെട്ടി എഴുന്നള്ളി പോവല്ലോ. പിന്നെ ഇവക്ക് എന്ത് അച്ഛമ്മ, എന്ത് സ്നേഹം, എന്ത് കരുതൽ ഇവക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അഴിക്ക ചെറുക്ക നിന്നെ മറന്നാലും ഞാൻ അച്ഛമ്മേനെ മറക്കത്തില്ല. കണ്ടോ, എന്റെ മോക്ക് എന്നോട് സ്നേഹമുള്ളൂ ഈ വീട്ടില്. അതെ അച്ഛമ്മ വാ അച്ഛമ്മ, ഞാൻ ഒഴിച്ചു തരാം. അല്ലെ ഈ ഓപ്പറേഷൻ വല്ല ചെയ്താ പോരെ. എന്തിനാ ഈ കൊച്ചുമക്കളെയൊക്കെ കിടന്ന് കഷ്ടപ്പെടുത്തുന്നത്? അതെ, നിന്റെ അച്ഛനോട് പറ. എന്നെ കൊണ്ട് ആശുപത്രി കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് കണ്ണിന് ഒരു കാഴ്ച കാണണമെങ്കിൽ പറ. ആ ബെസ്റ്റ്. അച്ഛന് വല്ല വയ്യായ്മ വന്ന അച്ഛമ്മ കൊണ്ടുപോകാറില്ല. അപ്പഴാ അച്ഛമ്മേനെ കൊണ്ടുപോയി. നീ പോയി ഒഴിച്ചു കൊടുക്കല്ലേ. പണി എടുക്കടാ. ഒഴിച്ച വെള്ളം ഒഴിച്ച. അച്ഛാ, എനിക്കൊരു ഐഡിയ. എന്താണ്? ഇവിടെ നമ്മുടെ എന്തോ നേത്ര ക്യാമ്പ് എന്തൊരു സംഭവം നടക്കുന്നില്ലേ? എവിടെ? നമ്മുടെ കുടുംബശ്രീയുടെ നേത്ര ചികിത്സാ ക്യാമ്പ്. ആ, അത് അമ്മയല്ലേ സെക്രട്ടറി. ഫ്രീ ആയിട്ട് പൈസ കൊടുക്കാൻ അച്ഛനെ ഓപ്പറേഷൻ ചെയ്യിക്കല്ലോ അച്ഛമ്മ. കൊള്ളാം അല്ലേ? ആ, ക്യൂ നിൽക്കണ്ട, ലൈനും വേണ്ട. അച്ഛമ്മക്ക് നേരെ പോവാ, ചെയ്യാ, വരുവാ, പരിപാടി കഴിഞ്ഞു. നീ പോയി ഒന്ന് പുഷ്പെടുക്കുന്ന സംസാരിച്ചു നോക്കിയേ. ഞാനാ അമ്മയോടാ? അച്ഛൻ പോയി നമുക്ക് ഞാൻ പറഞ്ഞ കേക്കൂടെ? കേക്കും. ഫ്രീ ഓഫ് കോസ്റ്റ്, നോ മണി. അത് ഐഡിയ കേട്ടോ, എടുക്കാൻ. അപ്പൊ നിങ്ങൾ ഈ കാറും തുറച്ചിട്ട് ഞാൻ പോയി ഒന്ന് സംസാരിച്ച് സോപ്പിട്ടിട്ട് വരാം. അങ്ങ് അമ്മക്ക് തുടക്ക. അവിടെ അമ്മക്ക് തുടക്കടാ. എവിടെ? അമ്മക്ക് തുടങ്ങ.